ഞാൻ ഗ്രീഷ്മ. 9 വർഷമായിട്ട് എഐയിൽ വർക്ക് ചെയ്യുകയാണ്. കോഡിങ്ങിനെ കുറിച്ചും എഐയെ കുറിച്ചും കൂടുതൽ അടുത്തറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ ഈ ചാനൽ. ഞാൻ പറയട്ടെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇത് ഡിജിറ്റൽ എറയാണെന്നുള്ളത്. ഇന്ന് അവിടുന്നൊക്കെയും മാറി എഐ യുഗമാണ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അത് an ഏജ് ബിയോണ്ട് എഐ ആയിരിക്കും. അതായത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയും. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ 4IR. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന വേർഡ്സ് ആണ് AI, AR/VR അഥവാ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മെറ്റവേഴ്സ്, AGI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് തുടങ്ങി കുറെ. ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുപോലെ നാളെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉപാധിയാകാൻ പോകുന്നവയാണ് ഇവയൊക്കെ. AR ഓൾറെഡി ഗൂഗിൾ മാപ്സിൽ ഉപയോഗിച്ചു തുടങ്ങി. മെറ്റവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള വീഡിയോ കോളിംഗ് സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് ലെവലാണ്. ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ടേംസ് നമ്മൾ അറിയാതെ പോകുമ്പോൾ അത്തരം ടെക്നോളജീസിനെ ഒരു ഭയത്തോടെ നോക്കിക്കാണേണ്ട മാനസികാവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജീസിനെ കൂടുതൽ അടുത്തറിയാനും AI ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് അഥവാ വ്യാവസായിക വിപ്ലവങ്ങൾ. 1700കളിൽ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തമായിരുന്നു ആ കാലഘട്ടത്തിലെ വ്യാവസായിക മേഖലകളിൽ വലിയൊരു പുരോഗമനം ഉണ്ടാക്കിയത്. 1800കളിൽ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം ഒരു വിപ്ലവം സൃഷ്ടിച്ചതുപോലെ 1950കളിൽ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ വ്യാവസായിക വളർച്ചയാണ് തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് AI ആൻഡ് റോബോട്ടിക്സ് കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങളാണ്. ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നവരിൽ അധികവും ഈ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് 4IR, ഫോർത്ത് ഇൻഡസ്ട്രിയൽ കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്നവരാണ്. സോ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്താണ് എന്നതിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്തിനാണ് ഭാഷ ഉപയോഗിക്കുന്നത്? നമ്മുടെ ആശയങ്ങളെ മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ഭാഷ. അതുപോലെ തന്നെ മെഷീൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്കൊരു ടാസ്ക് ചെയ്ത് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ മീഡിയമാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു റോബോട്ടിനോട് ഒരു കോഫി ഉണ്ടാക്കി തരാൻ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലേ? അതായത് കോഫിയുടെ ഒരു റെസിപ്പി നമ്മൾ റോബോട്ടിന് കൊടുക്കും. അങ്ങനെയുള്ള ആ റെസിപ്പിനെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ കമ്പ്യൂട്ടർ ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. അതിനുപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയുള്ളതായിരിക്കണം? അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നതായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിന് എന്തൊക്കെ അറിയാം എന്നുള്ളതായിരിക്കും നമ്മുടെ ആദ്യത്തെ ഡൗട്ട്. കമ്പ്യൂട്ടറിന്റെ ഭാഷ എന്ന് പറയുന്നത് സീറോസിന്റെയും വൺസിന്റെയും കോമ്പിനേഷനായ ബൈനറി ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് ബൈനറി ലാംഗ്വേജിൽ കൂടിയാണ്. എ എന്ന ലെറ്റർ ബൈനറി ലാംഗ്വേജിൽ എഴുതിയാൽ അത് 01000001 എന്ന കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നമുക്ക് റോബോട്ടിന് കൊടുക്കേണ്ട റെസിപ്പി അഥവാ പ്രോഗ്രാം എങ്ങനെ വരുമെന്ന് നോക്കിയാലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാം എന്ന് പറയില്ലേ. സോ എ പ്രോഗ്രാം ടു മേക്ക് എ കോഫി. നമുക്ക് റോബോട്ടിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ: ഫസ്റ്റ് കിച്ചണിലേക്ക് പോകണം, സ്റ്റൗ ഓൺ ചെയ്യണം, പാനിലേക്ക് വെള്ളം ഒഴിക്കണം, ഷുഗറിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ശർക്കര ചേർക്കണം, അവിടെ ശർക്കരയുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം, അതുപോലെ മിൽക്ക് ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ മിൽക്ക് പൗഡർ വാട്ടർ മിക്സ് ചെയ്ത് ചേർക്കണം, തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം, കോഫി കപ്പിൽ ഒഴിച്ച് സെർവ് ചെയ്യാൻ വരെ പറയണല്ലേ. എന്തിന്? സ്റ്റൗ ഓഫ് ചെയ്യാൻ കൂടി പറയണം. ബട്ട് അതൊരു ഹ്യൂമൻ ആണെങ്കിൽ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ അല്ലേ. കിച്ചൺ എന്താണ്, സ്റ്റൗ എന്താണെന്നൊക്കെയുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാകും. ബട്ട് റോബോട്ടിന് അല്ലെങ്കിൽ മെഷീൻസിന് അതുപോലുള്ള നോളജ് ഇല്ല. ഇപ്പോഴത്തെ AI സിസ്റ്റംസ് അല്ല, നോർമൽ മെഷീൻസ്. സോ അതുകൂടി പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലെ. കിച്ചൺ, സ്റ്റൗ, വാട്ടർ, മിൽക്ക് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ ഗോ ടു, ടേൺ ഓൺ, പോ ചെയ്യുക, ബോയിൽ ചെയ്യുക തുടങ്ങിയ പ്രക്രിയകൾ അഥവാ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ക്ലിയർ ആയി പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ശരിയായ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു സ്റ്റെപ്സിനെ പൈത്തൺ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതെങ്ങനെ വരുമെന്ന് ജസ്റ്റ് നോക്കാം. ഡിഫൈൻ ചെയ്യുക കിച്ചൺ, സ്റ്റൗ, പാൻ ഇങ്ങനെയൊക്കെയുള്ള വേരിയബിൾസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഈ ടേംസ് ഒക്കെ പിന്നീട് പറഞ്ഞുതരും. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും നമ്മൾ. അതിനുശേഷം നമ്മൾ ഇതിൽ ചെയ്യേണ്ട മെത്തേഡ്സ്, ഫങ്ഷൻസ്, എന്തെല്ലാം കാര്യങ്ങൾ, കർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതൊക്കെ ഗോ ടു ഇന്ന സ്ഥലത്തേക്ക് പോവുക, ടേൺ ഓൺ എന്താണ് ടേൺ ഓൺ ചെയ്യേണ്ടത്, എന്താണ് ബോയിൽ ചെയ്യേണ്ടത്, പോർ ചെയ്യേണ്ടത്, മിക്സ് ചെയ്യേണ്ടത്, അതൊക്കെ
ഈ ഷുഗർ ഇല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷണൽ ക്ലോസസ് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയായിരിക്കും അപ്പോൾ ആ പ്രോഗ്രാം വരിക. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിന്റെ അപ്പുറം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.